സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുകയാണ്. സാജിദ്, ഈ SIR കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഒക്കെ വലിയ ആശങ്കകളുണ്ട്. അത് മുഴുവനായി ദൂരീകരിക്കുന്നതിന് മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകളിൽ എന്ത് മറുപടിയാണ് കമ്മീഷൻ നൽകുന്നത്? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ച വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകില്ലേ? ജിൽസി, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴും എങ്ങനെയാണ് SIR നടപ്പിലാക്കുക എന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഇന്നലെയും ഇന്നുമായി നമ്മളോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും പരാതി വരാത്ത രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളായിരിക്കും SIRന്റെ ഭാഗമായി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ, അതായത് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ CEO നേരിട്ട് എത്തിക്കൊണ്ടാണ് 2002ലെയും ഏറ്റവും അവസാനമുള്ള വോട്ടർ പട്ടികയിൽ പരിശോധനകൾ നടത്തിയത്. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിച്ചത്. ഗെറ്റ് റെഡി ടു SIR എന്നൊരു ക്യാമ്പയിനും ഇന്നലെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ എല്ലാം തന്നെ വീടുകളിലേക്ക് ഇതിൻ്റെ ഓർഡർ വന്ന ഉടൻ തന്നെ BLOമാർ എത്തും. അതിൽ 2002 ശേഷം വോട്ടർ പട്ടികയിൽ വന്ന മുഴുവൻ ആളുകളും, അതായത് ഇപ്പോഴുള്ള ഈ ഏതാണ്ട് ഭൂരിഭാഗം ആളുകളും 2002 ശേഷമായിരിക്കാം ഈ വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ളത്. ഈ ആളുകളെല്ലാം തന്നെ ഈ രേഖകൾ തയ്യാറാക്കി വെക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ അഫിഡവിറ്റ് ഫിൽ ചെയ്ത് നൽകേണ്ടിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു തരത്തിലും പരാതി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തോട് നമ്മൾ ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന വിമർശനം വരുന്നു. അതില്ലാതാക്കാൻ എന്തെല്ലാം നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതിനോട് താൻ പ്രതികരിക്കുന്നില്ല. നിയമപ്രകാരം ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്ന നിയമപ്രകാരമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറെ വിവാദമായ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലും നിയമപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചത് എന്നാണ് പറഞ്ഞത്. ഒരു വ്യക്തിക്ക് തന്നെ 2 എപ്പിക് നമ്പറിൽ ID കാർഡ് ഉണ്ടാവുക എന്നുള്ളത് ഗുരുതരമായ കാര്യമല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അത്തരം പരാതികൾ വന്നാൽ പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോഴും SIRുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ കാര്യം നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ഈ സർക്കാരുമായി എന്തെങ്കിലും തരത്തിൽ SIRുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത്തരം ഒരു തീരുമാനം ഇപ്പോഴില്ല. ആവശ്യമാണെങ്കിൽ ചർച്ചകൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി നടത്തുമെന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ജിൽസി, ശരി. സാജിദ് അജ്മലാണ് വിവരങ്ങൾ.